ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതി അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി വിവിധ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമാണ് ആദ്യ പ്രഖ്യാപനമുണ്ടായത്. രാജ്യത്തെ 9 കോടിയോളം വരുന്ന PM കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകർക്ക് PM കിസാൻ്റെ 16ാമത്തെ ഗഡുവായ 2000 രൂപ ഫെബ്രുവരി 28-ാം തീയതി ലഭിക്കും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസങ്ങളിലെ ഗഡുതുകയായ 2000 രൂപയാണ് ഫെബ്രുവരി 28-ന് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന തീയതിയിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തുന്നതാണ് PM കിസാൻ സമ്മാൻ നിധി. കേരളത്തിലെ 30 ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്കും ഫെബ്രുവരി 28-ന് ഈ തുക എത്തിച്ചേരും. മാർച്ച് പകുതിയോടെ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് സൂചനയുള്ളതിനാൽ അതിനു മുമ്പായി 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിലവിൽ സെപ്റ്റംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള 6 മാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് കുടിശ്ശികയാണ്. അതിൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ചേർത്ത് 3200 രൂപ വീതം വിതരണം ചെയ്യുവാനാണ് പോകുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 1500 കോടി രൂപ വായ്പയെടുത്താണ് 3200 രൂപ വീതം വിതരണം ചെയ്യുക. ഇതിനായി സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ടതുപോലെ വായ്പയുടെ പലിശ നിരക്ക് 8.8% നിന്നും 9.1% ധനവകുപ്പ് ഉയർത്തി നൽകുകയും ചെയ്തു. വായ്പ അടുത്ത ആഴ്ച ലഭിക്കുന്നതോടെ മാർച്ച് ആദ്യം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുവാനും മാർച്ച് പകുതിയോടെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാനുമാണ് സർക്കാർ ഭാഗത്തു നിന്നും നടപടിയുണ്ടാവുക. PM കിസാൻ തുക ലഭിക്കുന്നവരിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും വീടുകളിൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് 2000 രൂപയും കൂടെ 3200 കൂടി മൊത്തം 5200 രൂപ വരെ അടുത്ത ആഴ്ചകളിലൂടെ ലഭിക്കുന്നതാണ്. ഏറ്റവും പുതിയ പദ്ധതി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.